പ്രിയ സുഹൃത്ത് സുബൈർ പക്ഷിശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തിന് പക്ഷികളെ വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ മിസ്റ്റർ സുബു, എന്താണ് ഈ പക്ഷികളോട് ഇത്രയധികം സ്നേഹം തോന്നാൻ കാരണം, അല്ലെങ്കിൽ അതിൽ ഡോക്ടറേറ്റ് എടുക്കണമെന്ന് തോന്നാനുള്ള കാരണമെന്ത്? ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ജീവികളാണ് പക്ഷികൾ. വെരി നൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ ചുറ്റുപാട് ഒരുപാട് തരത്തിലുള്ള പക്ഷികളുണ്ട്, നമുക്കറിയുന്നതും അറിയാത്തതും. അപ്പോൾ അവയുടെ വൈവിധ്യത്തെക്കുറിച്ച്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് കൂടുതലും ഫോറസ്റ്റ്, നമ്മുടെ തൊട്ടടുത്തുള്ള വന്യജീവി സങ്കേതമായിട്ടുള്ള മലബാർ വന്യജീവി സങ്കേതത്തിലുള്ള പക്ഷികളെക്കുറിച്ചായിരുന്നു ഞാൻ പഠിച്ചത്. കറക്റ്റ്. അപ്പോൾ ഇവിടെ നേരത്തെ കാര്യമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഏരിയ തിരഞ്ഞെടുത്തത്. പിന്നെ പക്ഷികളെ കുറിച്ച് തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് ചെറുപ്പം മുതലേ പക്ഷികളിൽ എന്തെങ്കിലും ഒരു താല്പര്യം. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം, ഇതിൽ ഡോക്ടറേറ്റ് നേടി, അപ്പോൾ പക്ഷികളോടുള്ള സ്നേഹം അതാണ് കൂടുതൽ പഠനത്തിലെത്തിച്ച് താങ്കളുടെ ഈ ഗവേഷണത്തിനിടയിൽ പുതുതായി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിലെ പക്ഷികളെക്കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം? പുതുതായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. ആ ഒരു സ്റ്റഡി ഏരിയയിൽ ഞാൻ ഏതാണ്ട് 154 ഇനം പക്ഷികളെയാണ് കണ്ടെത്തിയത്. പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, പിന്നെ നമ്മളെ ഇവിടെ പക്ഷികൾ, ഇപ്പോൾ മയിലുകളൊക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ, ഈ കിനാലൂർ ഈ പ്രദേശത്ത് തന്നെ മയിലുകളൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെന്തെങ്കിലും സൂചനയാണോ? കാരണം നേരത്തെ ഒരു മയിലിനൊക്കെ കാണാൻ നമ്മൾ എവിടെയെങ്കിലും സൂവിലൊക്കെ പോകേണ്ടിയിരുന്നു. ഇതെന്തെങ്കിലും ഒരു സൂചനയാണോ? എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പക്ഷികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ ഇൻഡിക്കേറ്റേഴ്സാണ്, അതായത് മാറ്റങ്ങളുടെ സൂചനയാണ്. എന്ത് മാറ്റമാണ് താങ്കൾ? അതായത് ഇപ്പം ഒരു കാണുന്ന പക്ഷിയെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയെ കാണാതിരിക്കുന്നതും കാണാത്ത പക്ഷിയെ കാണുന്നതും അത് നമ്മുടെ ചുറ്റുപാടല്ലേ പരിസ്ഥിതിയിലുണ്ടായ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും മയിലുകൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനമാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സൂചനയാണ്. ഓക്കെ, അത് താങ്കൾ ഉദ്ദേശിച്ചത് അത് മരുഭൂമിയിൽ നിന്നിങ്ങോട്ട് വന്ന് എന്നാണോ? കാരണം അതിൻ്റെ ഒറിജിനൽ ഹാബിറ്റാറ്റ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അല്ല. അതിൻ്റെ ഹാബിറ്റാറ്റ് ഒന്നുകൂടി ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ് മയിലിൻ്റെ ഒക്കെ. അപ്പോൾ അതിവിടെ കാണുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൂചനയായിട്ട്. ഏതായാലും ഈ ഗവേഷണത്തിനിടയിൽ പ്രത്യേകമായി ശ്രദ്ധിച്ച, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ടത്? പക്ഷികളുമായിട്ട് നമുക്ക് മനുഷ്യന് മാത്രമായിട്ട് ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയില്ല. കറക്റ്റ്. നമ്മൾ ഭൂമിയുടെ അവകാശികൾ പണ്ട് ബഷീർ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. ഈ ഭൂമി എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ്. അവയോടുകൂടി മാത്രമേ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയൂ. അല്ലാതെ നമ്മൾ മാത്രമായിട്ട് ഭൂമിയിൽ അല്ലെ പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു ഏർപ്പാടുണ്ടാവില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വിവിധ തരം പക്ഷികളും വിവിധ തരം മത്സ്യങ്ങളും മറ്റു തരത്തിലുള്ള ജീവികളും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ, അല്ലെങ്കിൽ ആ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ആരോഗ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല ആരോഗ്യമുള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ നിന്നാണല്ലോ നമ്മളെ പുഴകളും മറ്റൊക്കെ ഉത്ഭവിക്കുന്ന ഓരോ വനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആരോഗ്യമുള്ള ഇക്കോസിസ്റ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ താങ്കളോട് ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനുണ്ട്. ഏതായാലും ഒരു സുഹൃത്ത് PhD നേടുക, അതും പക്ഷിശാസ്ത്രത്തിൽ. പക്ഷികളെ നമുക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ് സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.